ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പിൽ കോഴിക്കോടും കേസ് 4 കേസുകൾ നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് 40 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിവരം. സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. കേന്ദ്ര സഹകരണ വകുപ്പിന്റെ അംഗീകാരമുണ്ടെന്ന ഫാംഫണ്ട് പ്രചാരണത്തിൽ കോഴിക്കോടും നിരവധി പേർ നിക്ഷേപം നടത്തി. ആകർഷകമായ പലിശ നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് ഫാംഫണ്ട് നിക്ഷേപകരെ കബളിപ്പിച്ചത്. 12% പലിശയായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ പലിശ ഇനത്തിൽ മാത്രം ലക്ഷങ്ങൾ കിട്ടിയവരുണ്ട്. ഇത് കൂടുതൽ തുകയിടാൻ മറ്റു നിക്ഷേപകരെ പ്രേരിപ്പിച്ചു. കോഴിക്കോട് മാത്രം 300-ലധികം നിക്ഷേപകരുണ്ടെന്നാണ് വിവരം. ഫാംഫണ്ട് ചെയർമാൻ രാജേഷ് പിള്ള, MD അഗിൻ ഫ്രാൻസിസ് എന്നിവർ തിരുവനന്തപുരത്ത് അറസ്റ്റിലായതോടെയാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചത്. 4 കേസുകൾ കോഴിക്കോട് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തു. കൂടുതൽ പേർ പരാതിയുമായി എത്തുന്നുണ്ട്. ദേശസാൽകൃത ബാങ്കുകളിലും ട്രഷറിയിലും കാലങ്ങളായി നിക്ഷേപിച്ചിരുന്ന തുക ഫാംഫണ്ടിലേക്ക് മാറ്റിയവർ ധാരാളം. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരും അധ്യാപകരും കബളിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. നിക്ഷേപകർ യോജിച്ച് നിയമ നടപടി തുടരാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.